നമസ്കാരം. സഹോദരനിൽ നിന്ന് വിവാഹമോചനം നേടിയ യുവതിയെ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് ഭർതൃ സഹോദരൻ കൊലപ്പെടുത്തി. കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം തലയറുത്ത് മാറ്റി 3 കഷ്ണങ്ങളായി ചവറ്റുകുട്ടയിൽ നിക്ഷേപിച്ചു. കൊൽക്കത്തയിലാണ് അതിക്രൂരമായ കൊലപാതകം അരങ്ങേറിയത്. ടോളിഗഞ്ച് പ്രദേശത്തെ ചവറ്റുകുട്ടയിൽ നിന്നാണ് യുവതിയുടെ തല കണ്ടെത്തിയത്. അതിയൂർ റഹ്മാൻ ലസ്കർ എന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് 30-കാരിയായ യുവതിയെ കൊലപ്പെടുത്തിയത്. ലസ്കറിന്റെ സഹോദരനാണ് യുവതിയുടെ ഭർത്താവ്. എന്നാൽ 2 വർഷമായി യുവതിയും ഭർത്താവും വേർപിരിഞ്ഞ് കഴിയുകയാണ്. ലസ്കർ ജോലി ചെയ്തിരുന്ന പ്രദേശത്ത് തന്നെയാണ് യുവതിയും വീട്ടുജോലി ചെയ്തിരുന്നത്. യുവതിയോട് താല്പര്യം തോന്നിയ ലസ്കർ പ്രണയാഭ്യർത്ഥന നടത്തി. ലസ്കറിന്റെ ആവശ്യം നിരസിച്ച യുവതി ഫോണിൽ ഇയാളെ ബ്ലോക്ക് ചെയ്തു. ഇതാണ് പ്രകോപനത്തിന് കാരണമായത്. പ്രശ്നങ്ങൾ സംസാരിച്ച് പരിഹരിക്കാമെന്ന വ്യാജേന നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിലേക്ക് വിളിച്ചു വരുത്തി ഇയാൾ യുവതിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് കണ്ടെത്തിയ ശരീരഭാഗത്തിന്റെ ഉടമയെ പരിശോധനയിലാണ് തിരിച്ചറിഞ്ഞത്. വെള്ളിയാഴ്ച രാവിലെ കൊൽക്കത്തയിലെ ടോളിഗഞ്ചിലെ മാലിന്യ കൂമ്പാരത്തിൽ യുവതിയുടെ ശിരസ് കണ്ടെത്തിയ സംഭവത്തിൽ ലസ്കർപാര സ്വദേശിയായ 40-കാരനായ അദിക് ലസ്കർ എന്നയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ സഹോദരന്റെ മുൻ ഭാര്യയാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. ഖദീജ ബീബി എന്ന 40-കാരിയാണ് കൊല്ലപ്പെട്ടത്. ലസ്കർപാര സ്വദേശിയായ ഇവർ വിവാഹമോചനത്തിന് ശേഷം വീട്ടുജോലി ചെയ്തായിരുന്നു 3 കുട്ടികളെ നോക്കിയിരുന്നത്. ജോലി ചെയ്യാനായി ലോക്കൽ ട്രെയിനുകളിൽ ഇവർ അദിക് ലസ്കറിനൊപ്പം സഞ്ചരിച്ചിരുന്നു. പെയിന്റിംഗ് തൊഴിലാളിയായ ഇയാൾക്ക് സഹോദരന്റെ മുൻ ഭാര്യയോട് മറ്റൊരു രീതിയിൽ അടുപ്പം തോന്നിയതോടെ 40-കാരി ഇയാളുമായുള്ള ബന്ധം അവസാനിപ്പിച്ചിരുന്നു. ഫോണിലും സമൂഹ മാധ്യമങ്ങളിലും ഖദീജ ഇയാളെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. ഇവരുടെ ശേഷിച്ച മൃതദേഹ ഭാഗങ്ങളും പോലീസ് കണ്ടെത്തി. 12 മണിക്കൂറിലേറെ ചോദ്യം ചെയ്തപ്പോഴാണ് 40-കാരൻ സംഭവത്തെക്കുറിച്ച് വ്യക്തമാക്കിയത്. 40-കാരൻ സഹോദരന്റെ മുൻ ഭാര്യയോടുള്ള പ്രണയം നിരവധി തവണ തുറന്നു പറഞ്ഞതോടെയാണ് യുവതി ഇയാളുമായിട്ടുള്ള ബന്ധം നിയന്ത്രിച്ചത്. ഡിസംബർ 12-ന് ഉച്ചയ്ക്ക് ജോലി ചെയ്ത് വീട്ടിലേക്ക് മടങ്ങിയ ഇവരെ ഒഴിഞ്ഞ വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്തതിനെ ചൊല്ലി അദിക് ഇവരുമായി കലഹിക്കുകയായിരുന്നു. ഇവിടെ വെച്ച് ഖദീജയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം തെളിവ് നശിപ്പിക്കാനായി മൃതദേഹം കഷ്ണങ്ങളായി മുറിച്ച് പ്ലാസ്റ്റിക് കവറുകളിലാക്കി വെച്ചു. ഡിസംബർ 12-ന് ജോലി സ്ഥലത്ത് നിന്ന് മടങ്ങുമ്പോൾ ഒഴിഞ്ഞയിടങ്ങളിൽ കണ്ടെത്തി വെച്ച ശേഷം പിറ്റേന്ന് മൃതദേഹ ഭാഗങ്ങൾ ഉപേക്ഷിക്കുകയായിരുന്നു. പതിവ് പോലെ ജോലി സ്ഥലത്തും യുവാവ് എത്തിയിരുന്നു. യുവതിയുടെ ശിരസ് കണ്ടെത്തിയതിന് 2 കിലോമീറ്റർ ചുറ്റളവിലുള്ള CCTVകളിൽ നിന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ചയാണ് 40-കാരനെ പോലീസ് പിടികൂടുന്നത്.